Hi guys, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ Windows 11 ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ Windows 11 എല്ലാവരും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. Windows 11 അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിന്റെ റൈറ്റ് ക്ലിക്ക് മെനു. റൈറ്റ് ക്ലിക്ക് മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Windows 10 അതിനു മുമ്പുള്ള വെർഷൻ പോലെയൊന്നുമല്ല. കുറേ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ആ പഴയ ക്ലാസിക് ആയിട്ടുള്ള റൈറ്റ് ക്ലിക്ക് മെനുവിലേക്ക് എങ്ങനെ തിരിച്ചു പോകാം, എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കപ്പ് എടുക്കുക എന്നാണ്. ബാക്കപ്പ് എടുത്ത് വെക്കുക. എപ്പോഴും ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ രജിസ്ട്രിയിൽ പോവുക. അതായത് നമ്മൾ സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്തിട്ട് രജിസ്ട്രിയിൽ നിന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ രജിസ്ട്രി എഡിറ്റർ വരും. നമ്മൾ യെസ് അടിച്ചു കൊടുക്കുക. നമ്മുടെ രജിസ്ട്രി എഡിറ്റർ വന്നു. എന്നിട്ട് നമ്മൾ ഈ പാത്ത് അതിൽ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ ഒരു ഓപ്ഷൻ ഇതുണ്ടാവും. നമ്മളിവിടെ പാത്ത് നമ്മൾ ടൈപ്പ് ചെയ്തു. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് CLSID എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ വരും. ആ ഫോൾഡറിൽ നമ്മളൊരു പുതിയൊരു കീ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിച്ചു, ന്യൂവിൽ കീ. അതിൻ്റെ ആ കീ നമ്മൾ റീനെയിം ചെയ്യുക. അതിനായിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിക്കുക. വീണ്ടും നമ്മൾ റീനെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ നോട്ട് പാഡിലുള്ളത് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടെ അവിടെ റൈറ്റ് ക്ലിക്ക് അടിക്കുന്നതാണ്. അതിൽ ന്യൂവിൽ പോയിട്ട് കീ അടിക്കുക. കീ അടിച്ചിട്ട് വീണ്ടും നോട്ട് പാഡിലുള്ള ഇംബ്രോക്സ് സെർവർ 32 എന്ന് പറഞ്ഞ ഒരു നെയിമുണ്ട്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റീനെയിം ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് അടിച്ചു ഞാനിവിടെ. അപ്പോൾ നമുക്കിവിടെ ഒരു ഡീഫോൾട്ട് എന്ന് പറഞ്ഞൊരു നെയിം കാണാൻ പറ്റും. ആ നെയിമിൽ അവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഇത് വരും, ഒരു ബോക്സ് പോപ്പപ്പ് ആയിട്ട് വരും. അതിൽ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, സിസ്റ്റം റിബൂട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് റൈറ്റ് ക്ലിക്ക് വർക്കായോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ ഗൈസ്, വിൻഡോസ് 10ൻ്റെ അതായത് പഴയ ക്ലാസിക് ആയിട്ടുള്ള റൈറ്റ് ക്ലിക്ക് മെനു നമുക്ക് ഇവിടെ എനേബിൾ ആയിരിക്കുകയാണ്. ഇപ്പോൾ സപ്പോസ് ഇത് ചെയ്ത് കഴിഞ്ഞവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെ നമ്മൾ ഇനി വീണ്ടും വിൻഡോസ് 11 തന്നെ റൈറ്റ് ക്ലിക്ക് മെനുവിലേക്ക് പോകുക എന്നുള്ളത്. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. വീണ്ടും സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ രജിസ്ട്രി എഡിറ്റർ എന്ന് അടിക്കുക. രജിസ്ട്രി എഡിറ്റർ അടിച്ചു. എന്നിട്ട് നമ്മൾ ചെയ്തു വെച്ചത് ഈ കീ ആണ്. ഇതാണ് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കീ. ആ കീ നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അത് തന്നെ ആ സെയിം കീ തന്നെയാണെന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ കീ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് റീസ്റ്റാർട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിച്ചു നോക്കുക. ഇതാ പഴയ റൈറ്റ് ക്ലിക്ക് മെനു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച്.